മധ്യപ്രദേശിലെ ഗ്രാമങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത് ആശങ്കാജനകമായ വാർത്തകളാണ്. സംസ്ഥാനത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ മൂന്നിലൊന്നിലധികവും ഉപയോഗശൂന്യമാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇൻഡോറിൽ മലിനജലം കുടിച്ച് നിരവധി പേർ മരണപ്പെട്ട ദാരുണ സംഭവത്തിന് പിന്നാലെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറം ലോകമറിഞ്ഞത്. ദേശീയ തലത്തിൽ 76% സാമ്പിളുകൾ സുരക്ഷിതമെന്ന് കണ്ടെത്തിയപ്പോൾ മധ്യപ്രദേശിൽ ഇത് കേവലം 63.3% മാത്രമാണ്. ബാക്കിയുള്ള 36.7% ജലസാമ്പിളുകളിലും മാരകമായ ബാക്ടീരിയകളുടെയും രാസപദാർത്ഥങ്ങളുടെയും സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി 15,000-ഓളം വീടുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. സർക്കാർ സ്ഥാപനങ്ങളിലെ അവസ്ഥ ഇതിലും ഭീകരമാണ്. രാജ്യത്തെ സർക്കാർ ആശുപത്രികളിൽ ശരാശരി 83.1% ജലം സുരക്ഷിതമായിരിക്കെ മധ്യപ്രദേശിൽ ഇത് വെറും 12% മാത്രമാണ്. അതായത് 88% സർക്കാർ ആശുപത്രികളിലും രോഗികൾക്ക് ലഭിക്കുന്നത് മലിനജലമാണെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു. സ്കൂളിൽ വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ 1/4 കുടിക്കാൻ യോഗ്യമല്ല. സംസ്ഥാനത്തെ ഭൂരിഭാഗം ഗ്രാമങ്ങളിലും പൈപ്പുകൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും അവയിൽ പലതും നോക്കുകുത്തികളായി തുടരുകയാണ്. പ്രവർത്തനക്ഷമമായ കണക്ഷനുകളുടെ കാര്യത്തിൽ 4/1 വീടുകളും പിന്നിലാണ്. 100% കണക്ഷൻ അവകാശപ്പെടുന്ന ഇൻഡോറിൽ പോലും 33% വീടുകൾക്ക് മാത്രമാണ് ശുദ്ധജലം ലഭിക്കുന്നത്. ഇൻഡോറിലെ ഭഗീരഥ്പുരയിൽ മലിനജലം കുടിച്ച് 18 പേർ മരിക്കാനിടയായ സംഭവം ഒരു സാങ്കേതിക ദുരന്തമായാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. വെള്ളത്തിന്റെ ഗുണനിലവാരം അടിയന്തരമായി മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ സംസ്ഥാനത്തിന് നൽകുന്ന സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുമെന്ന കർശന മുന്നറിയിപ്പും കേന്ദ്രം നൽകി കഴിഞ്ഞു.